ഇടിഞ്ഞാർ ഈയക്കോട് ആദിവാസി ഊരിലെ അജിത്ത് എന്ന 20 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തത് ഇക്കഴിഞ്ഞ ഡിസംബർ 7-നാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി കിളിമാനൂരിൽ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന അജിത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. ഇന്ന് 20 വയസ്സാണ്. മഞ്ചൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ടാപ്പിംഗ് ആയിരുന്നത്. 1 വർഷത്തോളം ആയതേ ഉള്ളൂ. ഞാൻ ആഴ്ചയിലും അരി സാധനങ്ങളും ഒക്കെ കൊണ്ട് ഞാൻ അവിടെ ചെല്ലുമായിരുന്നു. അപ്പോൾ ഡിസംബർ 7-ാം തീയതി എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ സാധനം കൊണ്ട് ചെല്ലാണെങ്കിൽ ഞാൻ സാധനം കൊണ്ട് ചെന്ന സമയത്തിനാണ് ഈ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ആദിവാസി ഊരുകളിൽ ആത്മഹത്യകൾ പെരുകി വരികയാണ്. ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരിൽ കൂടുതലും പെൺകുട്ടികളോ ചെറുപ്പക്കാരോ ആണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ആദിവാസി ഊരുകളിലായതുകൊണ്ട് തന്നെ പല മരണങ്ങളും പുറം ലോകത്ത് വാർത്തയാകാറില്ല. ഇനി വാർത്തയായാൽ തന്നെ ആ വാർത്തയ്ക്ക് ആയുസ് 1-2 ദിവസം മാത്രം. ST പ്രൊമോട്ടർമാരോ അധികൃതരോ ഇതൊന്നും കണ്ടതായി നടിക്കുന്നുമില്ല. നമ്മളെല്ലാവരും ടാപ്പിങ്ങിനാണ് പോകുന്നത്. എൻ്റെ ചേട്ടനും മൂത്തേട്ടനും വേറെ സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാനും എല്ലാവരും വേറെ സ്ഥലത്താണ് വെട്ടാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മളവിടെ നിന്ന് ആശുപത്രിയിലൊക്കെ പോയിട്ട് ഇവർ നിൽക്കുന്ന റൂമിൽ വന്നുകൊണ്ട് അപ്പോൾ അമ്മ ഇവിടെ നിന്ന് അങ്ങ് വരുന്നെന്ന് പറഞ്ഞു സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടൻ നമ്മളോടി വന്ന് നമ്മളവിടെ ചെന്നിങ്ങോട്ട് കുറേ താമസിച്ച് ഇവനെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് ഇതാണ് മരിച്ച് തൂങ്ങിയെന്ന് പറഞ്ഞത്. മകൻ ഇനിയൊരിക്കലും തിരിച്ചു വരില്ലെന്ന യാഥാർത്ഥ്യം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഈ അമ്മയ്ക്ക്. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ചിട്ടും മക്കളെ പോറ്റാനായി ജീവിച്ച ഈ അമ്മയുടെ പ്രതീക്ഷയായിരുന്നു അജിത്ത്. എൻ്റെ അജിത്ത് മരിക്കാൻ കണക്ക് കാരണങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ അമ്മ വരുമെന്നൊരു പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അളിയൻ്റെ കൂടെ ആശുപത്രിയിൽ പോയിരുന്നു കൊച്ചിനെയും കൊണ്ട്. വൈകിട്ടായതാണ് സംഭവം ഇങ്ങനെ അറിയുന്നത്. 3-3:30 മകനെ നോക്കി വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഈ അമ്മ ആരുടെയും കണ്ണ് നനയിക്കും.
ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാരണവും അജിത്തിനില്ല എന്നാണ് അജിത്തിൻ്റെ അമ്മയും വീട്ടുകാരും പറയുന്നത്. പക്ഷേ ആദിവാസി ഊരുകളിൽ ചെറുപ്പക്കാരുടെ ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ്. കൗൺസിലിങ്ങും ബോധവൽക്കരണവുമാണ് ഇവർക്ക് വേണ്ടത്. അല്ലാത്ത പക്ഷം ഇനിയും ഇത്തരം ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.